ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നിന്നിട്ടുള്ള നമ്മുടെ ഖലീഫ ബസ്സായിട്ടൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് കുട്ടികളായിട്ടുള്ള ട്രിപ്പാണ്, സ്കൂൾ ട്രിപ്പാണ് ഗൈസ്. അപ്പോൾ ഒരു വയനാട് പോലത്തെ ഒരു സ്ഥലത്തൊരു കല്ലിൽ നിന്ന് പുകയൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രിപ്പിന് പോകാം. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സെയ്ദ് മസൂദാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും അപ്പം നമ്മളെ അങ്ങനെ വിളിച്ച് ഇങ്ങനെ ഗാരേജിൽ കിടന്ന് നമ്മളെ ഖലീഫ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം വണ്ടി ഓട്ടം പോയിക്കായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. സംഭവം നമ്മുടെ ഖലീഫയുടെ BS6 അസ്ത്രയാണ് ബസ്. അപ്പോൾ നമുക്കിനി നൈസിന് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നൈസിന് പോവാം ഗൈസ്. വണ്ടി ഫസ്റ്റിലിട്ട് നമുക്ക് എടുക്കാം. വളരെ ലൈറ്റൊക്കെയാണ്. അപ്പം നമുക്ക് നൈസിന് പോവാം. നമുക്ക് പാട്ടൊക്കെ ഇട്ട് പൊളിച്ച് വേണം പോവാം ഗൈസ്. നമുക്ക് നൈസിന് അങ്ങോട്ട് പോവാം. നമ്മൾ പാട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു നേരെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഫുൾ നൈസിന് എടുത്തിട്ടുണ്ടേ. പോവാം ഗൈസ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പം എല്ലാവരും ചെയ്യണം. കട്ട സപ്പോർട്ട് വേണം ഗൈസ്. പിന്നെ നമ്മുടെ ബ്യൂട്ടിയുടെ രാജ റെഡിയും കൊണ്ടൊരു ട്രിപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ അടുത്ത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇവിടെ നമുക്ക് റൈറ്റാണ് പോകുള്ളത്. ഇവിടെ നമ്മളെ നിവിൻ ബ്രോയും ഉണ്ട് കേട്ടോ. നമ്മളെ കിളിയായിട്ട് നിവിൻ ബ്രോ ഉണ്ട്. പക്ഷെ നമ്മളവന് ഓട്ടിക്കാനും കൊടുക്കില്ല, ലൈസൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ക്ലീനറും കിളിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കൂളിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഒന്ന് കുട്ടികളെ പിക്ക് ചെയ്യാം. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് വോക്കലൊക്കെ ഇടണമെന്നാണ്. പക്ഷേ നമ്മളെ വണ്ടിയിൽ വോക്കൽ ഊരി വെച്ചിരിക്കുകയാണ് പോലീസ് പിടിച്ചിട്ട്. നമുക്കിനിയും പിള്ളേരെ പിക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മളടുത്ത് പിള്ളേരെ പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞ വോക്കലിട്ടുണ്ട് പറഞ്ഞതാണ്. പക്ഷേ നമ്മളപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയി. സംഭവം വണ്ടിയുടെ വോക്കൽ ഊരി വെച്ചിരിക്കുകയാണ് പോലീസൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ പിള്ളേരുടെ എന്ത് പറയാമെന്തോ. പിന്നെ ഗൈസ് ഇവിടുത്തെ ആ ഗേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം വണ്ടി അകത്തോട്ട് കയറുന്നൊരു സംശയം. ടഫാണ് ഇവിടെ കൂടെ വളച്ച് കയറ്റാൻ ഗൈസ്. പെടും ഗൈസ്. പെട്ട് എന്തായാലും റിവേഴ്സ് എടുക്കേണ്ടി വരും ഗൈസ്. റിവേഴ്സ് കയറിട. ഇടിച്ചില്ലോ ഭാഗ്യം ഗൈസ്. നമുക്ക് റിവേഴ്സ് കയറിയിട്ട് നൈസിനെല്ലാം കൂടെ ഇറക്കാം. ഇതാണേ കൺട്രോളും കിട്ടില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്കാകുമ്പോൾ ഇതിൻ്റെ കൺട്രോളും അങ്ങ് പോവും. നമ്മൾ ബസ് അകത്തോട്ട് കയറ്റാണ്. ഇതിലെ കൂടെ കയറിയിരിക്കും ഗൈസ്. നമുക്ക് ഇപ്പുറത്തോടെ കയറ്റി വെക്കാം. ഇടിച്ച് ഫ്രണ്ടിലിടിച്ച് തോന്നണം. കയറി പിള്ളേരെ കയറ്റാം. എന്തിന് പറയുന്നത് സോക്കലിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിള്ളേരെ ഇറങ്ങുമ്പോൾ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ, വേറെ ആരുമില്ല. ഇത്രയും പിള്ളേർക്ക് ഒരു ടീച്ചറാണ്. പിള്ളേരെല്ലാം സെറ്റാണ്, കയറിയിട്ടുണ്ട്. അപ്പം വണ്ടി എടുക്കാം. അപ്പം നമ്മളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കല്ലിൽ നിന്നൊക്കെ പുക പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇനി പോകാൻ പോണത്, പിള്ളേരെ കയറ്റി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഗേറ്റ് വിഷയമാണെന്ന് നോക്കാം. നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങി പോകുമെന്ന് ചിലപ്പോഴേ പോവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ഇതൊക്കെ ടഫായിട്ടായിരിക്കും പോണത്. നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ലതായിട്ട് പോവും. കുഴപ്പമില്ല. നല്ല കൂളായിട്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകുന്നത്. കയറാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളായിരുന്നു കേട്ടോ. നമുക്ക് ലെഫ്റ്റാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോവാം. നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഐസ്. നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന്. അത്ര നല്ലതെന്ന് പറയില്ല, കുറച്ചുണ്ട്. നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് പോവാം. അപ്പം നമുക്ക് ഓട്ടിച്ച് പോവാം. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരിന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ വയനാട് പോലത്തെ ചുരമൊക്കെ അത്ര വലിയ ചുരമൊന്നുമല്ല, നല്ല ചുരമൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ പക്ഷേ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. മണ്ടയിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ല മഞ്ഞൊക്കെ കാണും. അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നുള്ളത്. കിടുക്കം വ്യൂ ആണ്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ വണ്ടി ഓടിക്കുന്ന ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സെറ്റായിരിക്കുന്നത് ഇതേമാതിരി ആവും. അയ്യോ ഇടിച്ചില്ല ഭാഗ്യം ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. പിന്നെ ഗൈസ് നമുക്കിനി ടിക്കറ്റ് എടുത്തിട്ട് കാണാം കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കാണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നൈസിനോട് ഒന്ന് പോവാം ഗൈസ്. നമുക്ക് നൈസിനങ്ങോട്ട് പോവാം.
ഇപ്പം ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളു, മണ്ടയിലോട്ട് 2-3 വളവും കൂടെ ഉള്ളു ഗൈസ്. ഗൈസ് ഫ്രണ്ടേ ഒരു ബസ് പോകണ്ടൊക്കെ ഓവർടേക്ക് ചെയ്യാനും പറ്റൂല, കാരണം വളമൊക്കെയാണ്. അപ്പം നമ്മളതാണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ചുരങ്ങളൊക്കെ ഉള്ളല്ലോ, വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. ബസ് 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 ഇത് വളവായിട്ട് തന്നെ ഓവർടേക്ക് ചെയ്യാനും പറ്റൂല ഗൈസ്. ഇവിടെയൊക്കെ വീടൊക്കെ വെച്ച് സമ്മതിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ബ്യൂട്ടി രാജ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബ്യൂട്ടി രാജ റെഡിയും കൂടെ അടുത്ത ഒരു ട്രിപ്പ് ഉടനെ തന്നെ കാണും. അപ്പം എല്ലാവരും അതും കൂടെ പോയി കാണുക. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇനി എന്തായാലും എത്തണമല്ലോ. അപ്പം നമ്മൾ ആ ബ്യൂട്ടി ഇടയ്ക്ക് ഓർപ്പിക്കല്ലേ. പിന്നെ ഇവിടെ കല്ലിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മളെ ട്രിപ്പ് വിളിച്ചു നമ്മൾ വന്നു. പിന്നെ നമ്മൾ പുതിയ ഫോൺ എടുത്തായിരുന്നു. ഇവിടെ സാംസങ് S25 Ultra ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിൽ കാണാം. അത് നമ്മൾ ഈ ബസ് ഓടിച്ച് കിട്ടിയ പൈസയൊക്കെ കൊണ്ട് തന്നെ എടുത്തത്. പിന്നെ ഇപ്പോഴും കൂടെ പറയണം, ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് അടിക്കണം. കമൻറ്റ് ചെയ്യണം. ഹൈ റേഞ്ച് വന്നു തുടങ്ങിയപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, മണ്ടയിലോട്ട് വരുമ്പോൾ മഞ്ഞ് വരുമെന്ന്. നല്ല ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയും വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മഞ്ഞും കാണും. പക്ഷെ നല്ല മഴ ഉണ്ട്. നമുക്ക് ഇവിടെ നേരെ തന്നെയാണ് പോകാനുള്ളത്. പിന്നെ അവിടെ കുറച്ച് ഭാഗം ക്യാമറ ഓഫായി പോയി. അപ്പം ഇനി ഇവിടെ നിന്ന് പോകണം, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ മറഞ്ഞ സ്ഥലമെത്തും. ഇവിടെ ഈ സമയങ്ങളായതുകൊണ്ടാണ് നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ളത്. അപ്പം കറക്റ്റ് ടൈം നോക്കി വന്നാൽ ഇവിടെ നല്ല അടിപൊളി ഒതൻറ്റിക് ഫീലായിരിക്കും കേട്ടോ. നല്ല ചെറിയ ചെറിയ വളവൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എത്തും. അടിപൊളി നല്ല അടിപൊളി സ്ഥലമാണ്. വ്യൂ ഒക്കെ ഉണ്ട്. സൈഡിൽ കാണുന്നത് നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇനി എത്തുപൂരം കൂടെ ഉള്ളു കേട്ടോ, ശകലം കൂടെ ഉള്ളത് എത്തി. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വളവും കൂടെ അല്ലേ, കുറച്ച് 2 വളവും കൂടെ കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തും. പക്ഷെ നമ്മളിതാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വളം കൂടെ നമ്മുടെ സ്ഥലത്തെത്തും ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ കല്ലിൽ നിന്ന് പുക സ്ഥലം. നമുക്കിവിടെ ഒതുക്കാം. നമുക്ക് ഇനി സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ പിള്ളേരായിട്ട് ഇറക്കാം. എല്ലാ പിള്ളേരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അമ്മക്കും ഇറങ്ങാം. അപ്പം അമ്മക്കും കൂടെ കാണാനായിട്ട് പിള്ളേരോടെ പോവാം.
അപ്പോൾ കാണണ്ട തന്നെ. പക്ഷെ നമ്മൾക്കും പിള്ളേരോടൊക്കെ അടിച്ച് പൊളിച്ചടക്കണ്ടേ. അപ്പോൾ നമ്മളും പിള്ളേരടുത്തൊക്കെ അങ്ങോട്ട് പോകാൻ പോകുന്നു. അതിന് മുമ്പ് നമുക്ക് ബസ്സൊന്നും നോക്കിയല്ലേ. ഇവിടെ ബസ് നോക്കുക. ഖലീഫ സെയ്ദ് മസൂദ് അടിപൊളിയല്ലേ ബസ്. കിടുക്കി. പൊളിച്ച്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇനി നമ്മളെ പിള്ളേരോടെ പോവാം. ഇത് പറഞ്ഞ സ്ഥലം കണ്ട, ഇതാണ് കല്ലിന്ന് പുകവരുന്ന സ്ഥലം. കല്ലിന്ന് പുകവരുന്ന ആ സ്ഥലമാണിത്. പിള്ളേരെല്ലാം അവിടെ ചെന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഒരുത്തി എത്ര ഓടിക്കുന്നു? ഡീ പോയി അങ്ങോട്ടില്ലടി. ഒരുത്തി അത്ര കൈ വീശി കൊടുത്ത് അവിടെ ഇരിക്കുന്നു. എന്തായാലും അവിടെ ആയിക്കട്ടെ. എന്തായാലും തിരിച്ച് നമ്മളവിടെ തന്നെ ആണല്ലോ വരുന്നത്. നമ്മൾ എല്ലാ പിള്ളേരെയും കേട്ടിട്ടുണ്ട്. തിരിച്ചു പോവാം ഗൈസ്. ഓക്കെ, പൈസ എടുക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ്. അപ്പം കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നിന്നാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് 1 മണിക്കൂർ നിങ്ങാണല്ലോ. 1 മണിക്കൂറൊക്കെ നമുക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ 1 മണിക്കൂർ സ്പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഈ ടൂറിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ 750 രൂപ മാറ്റിയിട്ടുള്ളൂ. ഇത്രയും ദൂരം വരാനാണെങ്കിലും 700. കേസ് നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേഴ്സിനെ താഴോട്ട് ചുരമൊക്കെ ഇറങ്ങി പോവാം. നമ്മൾ നമ്മുടെ സ്ഥലത്തിട്ടാണ് ഗൈസ്. ബൈ അല്ല, ഇനിയുണ്ട് വീഡിയോ, ബാക്കി ഇനിയുണ്ട്. ഇനി നമ്മുടെ സ്ഥലം, നമ്മുടെ സിറ്റി എത്തിയിട്ടാണ്. നമ്മളങ്ങനെ നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വേണം പോകാൻ. നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് പോകുമ്പം ഇനി നമുക്ക് നമ്മളെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം. ഇത് നമുക്ക് ഗ്യാരേജിലും പോകണം. പക്ഷേ ഏതൊരു കൊച്ചിന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നിർത്തിയപ്പം കൊച്ച് കയറിയിട്ടുണ്ട്. പോവല്ലേ? കൃഷ്ണോഗനേശന് പോവാം. അപ്പോൾ നമ്മൾ പിള്ളേരെ പിക്കെടുത്ത് നമ്മൾ കൊണ്ടിറങ്ങണം. മക്കളത്തിന് ഒരു കുഴപ്പമില്ല. അല്ല, അടിപൊളി ട്രിപ്പ് എന്നൊക്കെയാണ് ഇപ്പോൾ പിള്ളേരിപ്പോൾ പറഞ്ഞുകൊണ്ട്. നമ്മൾ പാട്ടൊക്കെ ഇട്ട് കിടിക്കുകയാണ് പോണെ. നമ്മൾ സ്കൂളെത്തണം കഴിച്ചിന്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് നേമൊക്കെ നിർമ്മിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കുളമെടുത്ത് തുള്ളിക്കൊണ്ടൊക്കെ പോവാം.
പക്ഷേ നമുക്ക് ഇനി പിള്ളേരെ ഒന്ന് സപ്രസ് ആക്കാൻ കാരണം നമ്മുടെ വണ്ടി ലോക്കൽ ഉണ്ടായിരുന്നു. നമ്മൾ വോക്കലിട്ട് എടുക്കേണ്ടതൊക്കെ വേറെ പാട്ടിട്ട് കൊടുക്കാം. പാവാലേ നമ്മളെ വോക്കലിൽ നമ്മുടെ കിഡ്ക സാധനം ഇട്ട് കൊടുക്കാം. പിന്നെ ആ ചത്ത കിഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന് അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. നീ വെച്ചോണ്ടിരുന്നോളാ. നമ്മളെ വോക്കലൊക്കെ ഇട്ടതാ. നമ്മളെ വോക്കലൊക്കെ ഇട്ടു. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. വേറെ ഇടാൻ അപ്പോൾ നമുക്ക് പിള്ളേരെ ഇറക്കണ വീഡിയോ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. ബട്ട് നമ്മളെ ഖലീഫയിൽ വോക്കലിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടിയിലെ വോക്കൽ.